ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ കുറേ പേര് നമ്മളുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ബാൽക്കണി ഗാർഡനിൽ ചെടിച്ചട്ടിയിൽ കറിവേപ്പില ഇത്രയും ബുഷിയായിട്ട് വളർത്തണതെന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യണതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 മാസമായിട്ട് ഞാനിങ്ങനെ വളർത്തിയെടുത്ത കറിവേപ്പ് മരമാണ് കേട്ടോ. ആദ്യം ഒരു കുഞ്ഞു തൈ, നിങ്ങളിത് താഴെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ പുതിയത് വന്നത് കാണാം. അത്രയുള്ളൊരു തൈ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ മണ്ണും വളവും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം ഞാൻ പോട്ടി മിക്സ് ചെയ്യുമ്പോഴേ കുറച്ച് മണ്ണ് അതിൽ നമ്മുടെ എന്താ പറയുക എഗ്ഷെല്ലില്ലേ, കോഴിമുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിടും. പിന്നെ ഉള്ളിത്തോലും കുറച്ച് അടുക്കള വളങ്ങൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മണ്ണ് സെറ്റാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴത്തൊലി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് വരുന്നത്. അതിൽ തൈ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നനച്ച് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ അതേപോലെ 2 ആഴ്ചയിലൊക്കെ ഒരു വളം കൂടെ ചെയ്തു കൊടുക്കാറുണ്ട്, ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പം കഞ്ഞിവെള്ളം ഞാൻ 2-3 ദിവസത്തേക്ക് പുളിപ്പിച്ച് വയ്ക്കും. പിന്നത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. അതും കൂടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ കറിവേപ്പിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, കഞ്ഞിവെള്ളം 2-3 ദിവസത്തേന് നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ പുളിച്ച് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അത് എടുക്കുക. അതെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇതിൽ ചെറിയൊരളവിൽ വെള്ളം ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ ആ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഈ കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ അതിലിടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ കഞ്ഞിവെള്ളം തലയിൽ തേക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു മിക്സാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാറ്. എന്നിട്ട് അത് ഈ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒട്ടും ചിലവില്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിശ്രിതമാണിത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കറിവേപ്പ് പിടിപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിൽ വേറൊന്നും ചെയ്യാനില്ല. ഇത് നേരിട്ട് നമുക്ക് കറിവേപ്പിലയിലോട്ട് തളിച്ചു കൊടുക്കാം. ഇലകളിൽ ഓരോ ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം. കറിവേപ്പ് മരത്തിൻ്റെ മുരട്ട് ഒഴിച്ചു കൊടുത്താലും ഒക്കെ നല്ലതാണ് കേട്ടോ. കറിവേപ്പില ശരിക്കും നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. വെറുതെ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ളതല്ല. നമ്മുടെ ബുദ്ധിശക്തി കൂട്ടാനും അതേപോലെ മുടി വളരാനും കാഴ്ചശക്തിക്കും വെയിറ്റ് ലോസിനും ഒക്കെത്തിനും കറിവേപ്പില വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഇല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇനി ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. അതിനുവേണ്ടി വളമായിട്ട് നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ചായപ്പൊടി ചണ്ടിയോ കോഴിമുട്ടത്തോല് പഴത്തൊലി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. തൈരും നല്ലതാണ്. തൈര് നേർപ്പിച്ചൊഴിക്കുന്നതും കറിവേപ്പിലയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ പച്ചക്കറികളിൽ നിന്നൊക്കെ നമ്മൾ പീൽ ചെയ്ത് കളയുന്ന തൊലികൾ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മിശ്രിതം മറ്റ് ചെടികൾക്കും ഉപയോഗിക്കാൻ കഴിയും. ഇലയുടെ കീടങ്ങളൊക്കെ പോയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.